നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ 2 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒറ്റ റൗണ്ട് കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും സ്റ്റാൻഡിങ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നെ പവർ റാങ്കിങ്ങിലേക്കൊന്ന് പോകണം. സ്റ്റാൻഡിങ്സ്: ജർമ്മനി ഗ്രൂപ്പ് എയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 2 കളികൾ കളിച്ച് 2ഉം വിജയിച്ച് 6 പോയിന്റ്. സ്വിറ്റ്സർലൻഡ് 2 കളി 4 പോയിന്റ്. സ്കോട്ട്ലൻഡ് 2 കളി 1 പോയിന്റ്. ഹംഗറിക്ക് പോയിന്റിൽ. ഇതാണ് ഗ്രൂപ്പ് എയിലെ നിലവിലെ സാഹചര്യം. ഗ്രൂപ്പ് ബിയിൽ സ്പെയിന് റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിക്കഴിഞ്ഞു. കളിച്ച 2 കളികൾ 2ഉം ജയിച്ചു, 6 പോയിന്റ്. ഇറ്റലി 3 പോയിന്റുമായിട്ട് രണ്ടാമത്. അൽബേനിയയും ക്രൊയേഷ്യയും ഓരോ പോയിന്റുമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട് 2 കളികളിൽ നിന്ന് 4 പോയിന്റ് ഒന്നാമതാണ്. ഡെൻമാർക്കിനും സ്ലൊവേനിയക്കും 2 വീതം പോയിന്റുകൾ. സെർബിയയ്ക്ക് 1 പോയിന്റ്. ഗ്രൂപ്പ് ഡിയിൽ നെതർലൻഡ്സും ഫ്രാൻസും 4 വീതം പോയിന്റുകളുമായിട്ട് ഒന്നാമതും രണ്ടാമതുമായിട്ട് നിൽക്കുന്നു. ഓസ്ട്രിയ 3 പോയിന്റുമായിട്ട് തൊട്ടുപുറകിലുണ്ട് താനും. പോളണ്ട് എലിമിനേറ്റഡ് ആയി കഴിഞ്ഞു. 2 കളി 2ഉം പൊട്ടി. ഗ്രൂപ്പ് ഇയിൽ റൊമേനിയ, ബെൽജിയം, സ്ലോവാക്യ, യുക്രൈൻ ഈ ടീമുകളൊക്കെ ഓരോ കളി വിജയിച്ചു, ഓരോ കളി തോറ്റു. 3 വീതം പോയിന്റുകളാണുള്ളത്. ഇവിടെ സംഗതി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗൽ കളിച്ച് 2 കളിയും വിജയിച്ച് 6 പോയിന്റുമായിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നു കഴിഞ്ഞെങ്കിൽ തുർക്കിയെ 3 പോയിന്റുമായിട്ട് രണ്ടാമതും. സെച്ചിയയും ജോർജിയയും ഓരോ പോയിന്റുകളുമായിട്ട് നിൽക്കുന്നു. ഇതാണ് ഗ്രൂപ്പുകളിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇനി പവർ റാങ്കിങ്ങിലേക്ക് 2 റൗണ്ടുകൾക്ക് ശേഷമുള്ള പവർ റാങ്കിങ്ങുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നത് ഹംഗറിക്ക് തന്നെയാണ്. അവർ ആ ഒരു പ്രതീക്ഷിച്ച അത്ര നല്ലൊരു പ്രകടനം നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 23 അവർക്ക് മുന്നിലാണ് ജോർജിയ. അവർ നല്ല രൂപത്തിൽ പോരാടിയിട്ടുണ്ട്. ബാറ്റിൽഡ് ഹാർഡ് ബട്ട് നോട്ട് ഇനഫ്. പക്ഷെ അത് മതിയാവുമായിരുന്നില്ല മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 22 പോളണ്ട്. പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. അവർ പുറത്തായി കഴിഞ്ഞു. ഫേസിങ് ടഫ് റോഡ് നൗ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് വമ്പൻ, അതായത് ഈ യൂറോ കപ്പിൽ മുന്നോട്ട് പോകുമെന്നല്ല, ഇനി അവരുടെ ഫുട്ബോൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ റോബർട്ട് ലെവൻഡോസ്കി അടക്കമുള്ള വമ്പൻ താരങ്ങൾ ഒരു പക്ഷേ പടിയിറങ്ങാനുള്ള സാധ്യതയുണ്ട് ദേശീയ ടീമിൽ നിന്ന്. അൽബേനിയ 21ാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ വരുന്നു. അവർ വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഡിഫെൻസീവ്ലി അവർ അല്പം ലിമിറ്റഡ് ആണ് എന്നതാണ് യാഥാർത്ഥ്യം. 20 സ്കോട്ട്ലൻഡ്. രണ്ടാമത്തെ മത്സരത്തിൽ അവർ മച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു എന്നൊരു തോന്നലുണ്ട്. ക്രൊയേഷ്യ 19 ഹ്യൂജ്ലി ഡിസപ്പോയിന്റഡ് ആണ്. സോഫാർ ക്രൊയേഷ്യയുടെ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ ഹ്യൂജ്ലി ഡിസപ്പോയിന്റഡ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. 18 സെർബിയ. അവർക്ക് ലൈറ്റ് പോയിന്റ് ചെറിയ ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 17 സെച്ചിയ. ഒരുപാട് മിസ്റ്റേക്ക് അവർ വരുത്തി. അതാണ് അവർക്ക് തിരിച്ചടിയായിട്ട് മാറിയത്. 16 സ്ലൊവേനിയ. അവരും ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. 15 യുക്രൈന്. ഒരു സൂപ്പർബ് തിരിച്ചുവരവാണ് അവർ രണ്ടാമത്തെ കളിയിൽ നടത്തിയിട്ടുള്ളത്. 14 സ്ലൊവേക്യ. അവരുടെ ആ ഒരു ഓപ്പണിംഗ് ഗെയിമിലെ ഫയർ അവർ ഇനിയും തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. 13 റൊമേനിയയാണ്. ആദ്യ കളിയിൽ നല്ല പെർഫോമൻസ് നടത്തി. രണ്ടാമത്തെ കളിയിൽ ഒരു ബിഗ് ഡ്രോപ്പാണ് അവരുടെ പെർഫോമൻസിൽ സംഭവിച്ചത്. 12 തുർക്കിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കളിയിൽ പോർച്ചുഗലിനോട് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി പണി കിട്ടി. ഡിസ്ജോയിന്റഡ് ആൻഡ് ഡിസപ്പോയിന്റിങ് എന്ന് പറയേണ്ടി വരും അവരുടെ പെർഫോമൻസിനെ കുറിച്ച്. 11 ഡെൻമാർക്ക്. എന്തായാലും ഇംഗ്ലണ്ടിനെതിരെ ബെറ്റർ സൈഡ് എന്ന് തോന്നിച്ചത് ഡെൻമാർക്ക് തന്നെയായിരുന്നു. 10 സ്വിറ്റ്സർലൻഡ് വരുന്നു. ബിഗ് ടെസ്റ്റ് ആണ് അവരുടെ മുന്നിൽ ഇനി കാത്തിരിക്കുന്നത്. മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമാണ്. 9 ഇറ്റലി. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അവരുടെ ടൈറ്റിൽ ഡിഫൻസ് വീക്കാണ് എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. 8 ബെൽജിയം. ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് അവർ രണ്ടാമത്തെ മത്സരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രതീക്ഷകൾ വീണ്ടും ജ്വലിക്കുകയാണ്. 7 ഓസ്ട്രിയ. അവരുടെ മത്സരം മികച്ച രൂപത്തിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഒരു പക്ഷേ റാൾഫ് റാഗ്നിക്കിന്റെ ടീം അത്ഭുതങ്ങൾ കാണിച്ചാൽ നമ്മൾ ഞെട്ടേണ്ടതില്ല. 6 ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ 2 കളിയും പരിതാപകരമാണ്. പക്ഷേ സ്റ്റിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അവർ കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ദെൻ 5 നെതർലൻഡ്സ്. അവർ ഓൺ ട്രാക്കിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. 4 ഫ്രാൻസ് ആണ്. സ്റ്റിൽ എംബാപ്പെ ഇല്ല എന്നുള്ളത് അവർക്കൊരു പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞ കളിയിൽ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എംബാപ്പെ വരുമ്പോൾ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കും. ദെൻ പോർച്ചുഗൽ. അവർ ടോപ്പ് ഫോമിലാണ് ഇപ്പോഴുള്ളത്. രണ്ടാമത്തെ കളിയിൽ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. ഏതായാലും തകർപ്പൻ വിജയത്തോടു കൂടി ഒരു റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി കഴിഞ്ഞു. ജർമ്മനി
ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന ടീമുകളിലൊന്നാണ് ജർമ്മനി. അവരുടെ ഒരു മൊമെന്റം ഏറ്റവും മികച്ച രൂപത്തിൽ അവർ കീപ്പ് ചെയ്യുന്നു, അവർ മുന്നോട്ട് കുതിക്കുന്നു. ഒന്നാമത് സ്പെയിന് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാർട്ടാണ് അവർ ഈ യൂറോ കപ്പിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിലവിലെ നമ്മുടെ പവർ റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.